ഉടുപ്പിയിൽ നിന്നും ഏകദേശം 6 കിലോമീറ്റർ മാത്രം ദൂരത്തുള്ള ഒരു സ്ഥലമാണ് മാൽപ്പ എന്ന് പറയുന്നത്. മാൽപ്പയിൽ എത്തിക്കഴിഞ്ഞാൽ ഇവിടുന്ന് ഒരു 20 മിനിറ്റ് സഞ്ചരിച്ച് കഴിഞ്ഞാൽ നമുക്ക് മനോഹരമായിട്ടുള്ള സെൻറ്റ് മേരീസ് ഐലൻഡിലെത്താം. മാൽപ്പെ ബീച്ചിൽ തന്നെ ഇതുപോലൊരു ടിക്കറ്റ് കൗണ്ടർ ഉണ്ടാവും. ഇവിടെ നിന്ന് ഒരാൾക്ക് 400 രൂപയാണ് ബോട്ടിങ്ങിനായിട്ട് ചാർജ് ചെയ്യുന്നത്. ന്യൂ ഇയർ സമയത്ത് എത്തിയതുകൊണ്ടാണ് ഇത്രയും തിരക്ക്. നോർമലായിട്ടുള്ള ഡേയ്സിൽ ഇത്രയും തിരക്കുണ്ടാവാറില്ല. ബോട്ട് വരുന്നതിനായിട്ട് ഇവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ്. നമ്മുടെ ബോട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ബോട്ട് എത്തിക്കഴിഞ്ഞു, ഇനി നടന്ന് ബോട്ടിലേക്ക് കയറാം. ചെരുപ്പ് ഇതുപോലെ ഊരി കയ്യിൽ പിടിച്ചിട്ട് വേണം നമ്മൾ കടലിലൂടെ നടക്കാനായിട്ട്. ഈ ബോട്ടിൽ നമ്മൾ ട്രാവൽ ചെയ്ത് 20 മിനിറ്റ് കൊണ്ട് സെൻറ്റ് മേരീസ് ഐലൻഡിലെത്തും. അവിടെ നമുക്ക് 1 മണിക്കൂർ കറങ്ങാനുള്ള സമയം ഉണ്ടാവും. 1 മണിക്കൂറിന് ശേഷം സെൻറ്റ് മേരീസ് ഐലൻഡിൽ നിന്ന് നമ്മൾ തിരിച്ച് ഇങ്ങോട്ട് കയറണം. ഇപ്പോൾ തിരമാലകൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ടാണ് നമ്മൾ ട്രാവൽ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ബോട്ടിന് നല്ല കുലുക്കമുണ്ട്. ഇവിടെ നോക്കിയാൽ നമുക്ക് ദൂരെ ആ സെൻറ്റ് മേരീസ് ഐലൻഡിൻ്റെ ഭാഗങ്ങൾ കാണാം. ഇപ്പോൾ ഇതാ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ കാണുന്നതാണ് സെൻറ്റ് മേരീസ് ഐലൻഡ്. ഈ ബോട്ട് ആടുന്നത് കണ്ടോ? കറക്റ്റായിട്ട് നമുക്ക് ആ ക്യാമറയ്ക്കകത്ത് കിട്ടും ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ. അങ്ങനെ സെൻറ്റ് മേരീസ് ഐലൻഡിൻ്റെ തീരത്തേക്ക് നമ്മുടെ ബോട്ട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇവിടെ എത്തി. നമ്മൾ കയറിയതുപോലെ തന്നെ കുറച്ച് ദൂരം അങ്ങോട്ട് നടക്കാനുണ്ട് കരയിലേക്ക്. നല്ല കാറ്റാണ് കേട്ടോ. ഇവിടെ നല്ല രീതിയിൽ കാറ്റടിക്കുന്നുണ്ട്. ഇത് കണ്ടോ, ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പുണ്ടായിട്ടുള്ള ഒരു അഗ്നിപർവ്വത സ്ഫോടനത്തിലാണ് ഇത്തരത്തിലുള്ള പാറക്കെട്ടുകൾ ഇവിടെ രൂപം കൊണ്ടത്. ഇപ്പം ഇവിടെ ദ്വീപിലേക്ക് കയറുമ്പോൾ ഇവിടെ ഒരുപാട് ഷോപ്പുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് പർച്ചേസിങ് എല്ലാം ചെയ്യാം. ഇനി നടന്ന് നമ്മൾ അപ്പുറ സൈഡിലേക്ക് വരുമ്പോൾ താഴെ നോക്കും, മൊത്തം കോറൽസ് ആണ്. ശരിക്കും നല്ല തെളിഞ്ഞ വെള്ളമാണ് ഈ ഭാഗത്തുള്ളത്. നടക്കുമ്പോഴൊക്കെ നല്ല ശബ്ദം കേൾക്കാം കോറൽസിൻ്റെ. ഞാൻ പറഞ്ഞില്ലേ, നല്ല തെളിഞ്ഞ വെള്ളമാണ് ഇവിടെ ഉള്ളത് കേട്ടോ. നല്ല മനോഹരമായിട്ടുള്ള ഒരു തെളിഞ്ഞ വെള്ളമുള്ള ഒരു ബീച്ചാണ് ഈ ഐലൻഡിലുള്ളത്. ഇവിടെ കണ്ടോ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെയുള്ള പാറക്കെട്ടുകൾ ഈ ഭാഗത്തും ഉണ്ട്. എന്തായാലും ഇവിടെ ഫുള്ള് ചുറ്റി കറങ്ങി നമ്മൾ 1 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമ്മൾ വന്നിട്ടുള്ള അതേ ബോട്ടിൽ തന്നെ തിരിച്ചു പോവുകയാണ്. അപ്പോൾ ഉടുപ്പിയിൽ വരുന്നവർക്ക് ഒരു ദിവസം കൊണ്ട് കറങ്ങിയിട്ട് പോകാവുന്ന ഒരു ഐലൻഡാണിത്.